നമസ്കാരം, സഹകാരി റേസ് പ്ലസിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സ്പോർട്സിലെ ക്രിക്കറ്റുമായിട്ട് സംബന്ധിച്ച കുറച്ച് കറണ്ട് അഫയേഴ്സ് ടോപ്പിക്സ് കാണാം. സ്പോർട്സ് 2023 ക്രിക്കറ്റാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് 2023 ICC പുരുഷ ഏകദിന ക്രിക്കറ്റ്, മെൻസ് വൺ ഡേ ക്രിക്കറ്റ് അല്ലേ. അപ്പോൾ 2023 ICC പുരുഷ ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പ്. അപ്പോൾ വേൾഡ് കപ്പാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2023 ICC പുരുഷ ഏകദിന ക്രിക്കറ്റ് വേൾഡ് കപ്പ്. ആരായിരുന്നു വിന്നർ? വിജയിച്ചത് ആരാണ്? അത് ഓസ്ട്രേലിയ ആണ് അല്ലേ. ഓസ്ട്രേലിയ ആണ്. ഇന്ത്യയിലായിരുന്നു ഇല്ലേ, നമ്മുടെ വേദി എവിടെയായിരുന്നു? ഇന്ത്യയിലായിരുന്നു. അത് ബാക്കി എല്ലാ മത്സരങ്ങളും ഇന്ത്യ ജയിക്കുകയും ലാസ്റ്റ് ഫൈനലിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ഓസ്ട്രേലിയയിൽ നിന്ന് പരാജയം ഏറ്റുവാങ്ങുകയും ചെയ്തു. ആരും അങ്ങനെ അത്ര പെട്ടെന്ന് മറക്കാനിടയില്ല. ക്യാപ്റ്റൻ ആരായിരുന്നു? പാറ്റ് കമ്മിൻസ്. ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? അത് പാറ്റ് കമ്മിൻസ്. ഓസ്ട്രേലിയയുടെ എത്രാമത്തെ കിരീടമാണ് ഇത്? 6ാമത്തെ കിരീടമാണ്. ഓക്കെ, ഓസ്ട്രേലിയയുടെ 6ാമത്തെ വേൾഡ് കപ്പ് ക്രിക്കറ്റ് കിരീടമാണിത്. വൺ ഡേ. ഓക്കെ, വൺ ഡേയിൽ 6ാമത്തെ കിരീടമാണ്. റണ്ണറപ്പും വേദിയും എവിടെ തന്നെയായിരുന്നു? ഇന്ത്യ. ഓക്കെ, രണ്ടാമത് വന്ന ആളാരാണ്? നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. വേദി എവിടെയാണ്? ഇന്ത്യ തന്നെ. വേദി ഇനി ഫൈനൽ നടന്നത് എവിടെ വെച്ചാണ്? നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്. നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദാണ് വേദി. ഫൈനലിലെ താരമാരായിരുന്നു? അത് ട്രാവിസ് ഹെഡ്. ഓക്കെ, ട്രാവിസ് ഹെഡായിരുന്നു ഫൈനലിലെ താരം. അപ്പോൾ 2023 വൺ ഡേ വേൾഡ് കപ്പ്, മെൻസ് വൺ ഡേ വേൾഡ് കപ്പിൽ വിജയികളായത് ആരാണ്? ഓസ്ട്രേലിയയാണ്. തോൽപ്പിച്ചത് ഇന്ത്യ. അതായത് റണ്ണറപ്പ് ഇന്ത്യ ആണ്. വേദി ഇന്ത്യ ആയിരുന്നു. ഇന്ത്യയിലെ നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ് ആയിരുന്നു വെന്യൂ. ഫൈനൽ നടന്ന വേദി. ഓസ്ട്രേലിയയുടെ 6ാമത്തെ കിരീടമാണിത്. ഫൈനലിലെ താരമാരായിരുന്നു? അത് ട്രാവിസ് ഹെഡ്. ഓക്കെ, ഫൈനലിലെ താരമാരാണ്? അത് ട്രാവിസ് ഹെഡ്. അടുത്തത് ടൂർണമെൻറ്റിലെ താരം. അതായത് ആരാണ് ടൂർണമെൻറ്റിലെ താരം എന്നറിയപ്പെടുന്നത്? മൊത്തം ടൂർണമെൻറ്റിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ആളെയാണ് ടൂർണമെൻറ്റിലെ താരം എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ ടൂർണമെൻറ്റിലെ താരം ആരായിരുന്നു? വിരാട് കോഹ്ലി. വേൾഡ് കപ്പിൽ 765 റൺസാണ് അദ്ദേഹം നേടിയത്. ഓക്കെ, അപ്പോൾ ടൂർണമെൻറ്റിലെ താരമാരാണ്? വിരാട് കോഹ്ലി. 765 റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. ഓക്കെ, ഇനി കൂടുതൽ വിക്കറ്റ് നേടിയത് മുഹമ്മദ് ഷമി. ഓക്കെ, ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയത് ആരാണ്? അത് മുഹമ്മദ് ഷമിയാണ്. ഇനി ഭാഗ്യചിഹ്നം ചോദിച്ചു കഴിഞ്ഞാൽ അത് ബ്ലേസ് ആൻഡ് ടോങ്ക്. ഓക്കെ, എന്തായിരുന്നു നമ്മുടെ 2023 വേൾഡ് കപ്പിലെ ഭാഗ്യചിഹ്നം? ബ്ലേസ് ആൻഡ് ടോങ്ക്. ബ്ലേസ് എന്ന് പറയുന്നത് നല്ല സ്പീഡിൽ ബോൾ ചെയ്യുന്ന ഒരു സ്ത്രീ കാർട്ടൂൺ കഥാപാത്രമാണ്. ഓക്കെ, ഇനി ടോങ്ക് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ബാറ്റ് ചെയ്യുന്ന ഒരു പുരുഷ കഥാപാത്രം. ഓക്കെ, അപ്പോൾ ഭാഗ്യചിഹ്നം എന്താണ്? ബ്ലേസ് ആൻഡ് ടോങ്ക്. അംബാസിഡർ ആരാണ്? നമ്മുടെ ക്രിക്കറ്റിൻ്റെ ഗോഡ് എന്നറിയപ്പെടുന്നത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ അല്ലേ. അംബാസിഡർ ആരായിട്ടാണ് 2023 ICC വേൾഡ് കപ്പ് തിരഞ്ഞെടുക്കപ്പെട്ടത്? അത് സച്ചിൻ ടെണ്ടുൽക്കർ. അപ്പോൾ നമുക്ക് നമ്മുടെ വേൾഡ് കപ്പിൻ്റെ ഇതുവരെ പറഞ്ഞ പോയിന്റ്സ് ഒന്നുകൂടെ നോക്കാം. 2023 വേൾഡ് കപ്പ് വിന്നർ, ICC വേൾഡ് കപ്പ് വിന്നർ ആരാന്ന് വെച്ചാൽ അത് ഓസ്ട്രേലിയ ആണ്. റണ്ണറപ്പ് ഇന്ത്യയാണ്. ഇനി ഓസ്ട്രേലിയയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? അത് പാറ്റ് കമ്മിൻസ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ അറിയാലോ അല്ലേ, രോഹിത് ശർമ്മയായിരുന്നു. ഇനി റണ്ണറപ്പ് ഇന്ത്യ. വേദി നരേന്ദ്രമോദി സ്റ്റേഡിയം, അഹമ്മദാബാദ്. ഫൈനലിലെ താരം ആരാണ്? ട്രാവിസ് ഹെഡ്. അതുപോലെ ടൂർണമെൻറ്റിലെ താരം ആരാണ്? അത് വിരാട് കോഹ്ലി ആയിരുന്നു. അദ്ദേഹം 765 റൺസാണ് നേടിയത്. അതുപോലെ കൂടുതൽ വിക്കറ്റ് നേടിയതും ഇന്ത്യൻ താരമായ മുഹമ്മദ് ഷമിയാണ്. ഇനി ഭാഗ്യചിഹ്നം ഏതായിരുന്നു? ബ്ലേസ് ആൻഡ് ടോങ്ക്. ബ്ലേസ് ആൻഡ് ടോങ്ക്. സ്ത്രീ കഥാപാത്രമായ ബ്ലേസും പുരുഷ കഥാപാത്രമായ ടോങ്കും. അംബാസിഡർ ആരാണ്? അത് സച്ചിൻ ടെണ്ടുൽക്കർ. അംബാസിഡർ ആരായിരുന്നു? അത് സച്ചിൻ ടെണ്ടുൽക്കർ. അടുത്തത് മെൻസ് വേൾഡ് കപ്പ് മാത്രം പഠിച്ചാൽ മതിയോ? വുമൺസ് വേൾഡ് കപ്പ്. പക്ഷേ ഇത് 2020 ആണ്. ICC വുമൺസ് വേൾഡ് കപ്പ് 2020 2023 നടന്നത്. 2020 എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. 20 hours വേൾഡ് കപ്പാണ്. വൺ ഡേ ആണെങ്കിൽ 50 hours ഉണ്ടാവും അല്ലേ. അപ്പോൾ ജേതാക്കൾ ആരാണ്? എളുപ്പമുണ്ടല്ലേ പഠിക്കാൻ. ആരാണ്? ഓസ്ട്രേലിയ തന്നെയാണ്.
2023 2020 വുമൺസ് വേൾഡ് കപ്പ് നേടിയത് ആരാണ്? ഓസ്ട്രേലിയയാണ്. എന്നാൽ റണ്ണറപ്പ് ഇന്ത്യ അല്ല, ദക്ഷിണാഫ്രിക്കയാണ്. ഓക്കെ, ദക്ഷിണാഫ്രിക്ക ആയിരുന്നു റണ്ണറപ്പ് ആയത്. ഫൈനലിലെ താരമാരാണ്? അത് ബെത്ത് മൂണി. ഓക്കെ, ബെത്ത് മൂണി ആയിരുന്നു ഫൈനലിലെ താരം. ഫൈനലിലെ താരമാരാണ്? ബെത്ത് മൂണി. ടൂർണമെൻറ്റിലെ താരമാണെങ്കിലോ അത് ആഷ്ലി ഗാർഡ്നർ. ആരാണ്? ആഷ്ലി ഗാർഡ്നർ. അപ്പോൾ നമ്മൾ 2023 ICC വുമൺസ് വേൾഡ് കപ്പ്, വൺ ഡേ മെൻസ് വേൾഡ് കപ്പിലും വുമൺസ് വേൾഡ് കപ്പിലും ജേതാക്കളായത് ആര് തന്നെയാണ്? ഓസ്ട്രേലിയ തന്നെയാണ്. റണ്ണറപ്പ് ആയത് ഇവിടെ വുമൺസ് 2020 വേൾഡ് കപ്പിൽ റണ്ണറപ്പ് ആയത് ആരാണ്? അത് ദക്ഷിണാഫ്രിക്കയാണ്. ഫൈനലിലെ താരം ബെത്ത് മൂണിയാണ്. ഓക്കെ, ഫൈനലിലെ താരം ബെത്ത് മൂണിയാണ്. ടൂർണമെൻറ്റിലെ താരമാണെങ്കിലോ അത് ആഷ്ലി ഗാർഡ്നർ. ആഷ്ലി ഗാർഡ്നർ. അടുത്തത് പ്രഥമ അണ്ടർ 19 വനിതാ 2020 വേൾഡ് കപ്പ് നടത്തിയിരുന്നു. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ അണ്ടർ 19 2020 വേൾഡ് കപ്പാണ് വനിതാ അണ്ടർ 19. ഓക്കെ, അണ്ടർ 19 മെൻസ് ചാമ്പ്യൻഷിപ്പ് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. പക്ഷെ വനിതാ അണ്ടർ 19 വേൾഡ് കപ്പ് ഇൻ 2020 ആദ്യമായിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ജേതാക്കൾ ആരാണ്? ഇന്ത്യയാണ്. ഉറപ്പായാലും നമ്മുടെ എന്താ പറയുക, വരുന്ന എക്സാംസിന് ചോദിക്കാൻ പറ്റിയൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പം പ്രഥമ അണ്ടർ 19 വുമൺസ് 2020 വേൾഡ് കപ്പിൽ ജേതാക്കളായത് ആരാണ്? ഇന്ത്യയാണ്. ക്യാപ്റ്റൻ ആരായിരുന്നു? അത് ഷെഫാലി വർമ്മ. ആരായിരുന്നു ക്യാപ്റ്റൻ? അത് ഷെഫാലി വർമ്മയാണ്. ആരാണ് ക്യാപ്റ്റൻ? ഷെഫാലി വർമ്മ. ജേതാക്കളായത് ഇന്ത്യ, ക്യാപ്റ്റൻ ഷെഫാലി വർമ്മ. വേദി ദക്ഷിണാഫ്രിക്ക തന്നെയാണ്. ഓക്കെ, നേരത്തെ വുമൻസ് വേൾഡ് കപ്പ് 2023 നടന്നതും ദക്ഷിണാഫ്രിക്കയിലായിരുന്നു. ഇവിടുത്തെ പ്രഥമ അണ്ടർ 19 വനിതാ 2020 വേൾഡ് കപ്പ് എവിടെ വെച്ചാണ് നടക്കുന്നത്? ദക്ഷിണാഫ്രിക്ക. റണ്ണറപ്പ് ആയത് ആരാണ്? ഇംഗ്ലണ്ടാണ്. ഓക്കെ, റണ്ണറപ്പ് ആയത് ആരാണ്? ഇംഗ്ലണ്ടാണ്. ആദ്യത്തെ അണ്ടർ 19 വനിതാ 2020 വേൾഡ് കപ്പാണ് 2023 നടന്നത്. വിജയിയായത് നമുക്ക് അഭിമാനമായി നമ്മുടെ ഇന്ത്യയാണ്. ഇന്ത്യയുടെ ക്യാപ്റ്റൻ ആരായിരുന്നു? അത് ഷെഫാലി വർമ്മ. മറക്കരുത്, ഷെഫാലി വർമ്മ. വേദി ദക്ഷിണാഫ്രിക്ക. റണ്ണറപ്പ് ആരായിരുന്നു? അത് ഇംഗ്ലണ്ടായിരുന്നു. ഇംഗ്ലണ്ടിനെയാണ് തോൽപ്പിച്ചത്. ഓക്കെ, അടുത്തത് ICC അണ്ടർ 19 മെൻസ് വേൾഡ് കപ്പ്. അത് 2023 നടന്നത്? അല്ല, 2022. അതുകൊണ്ട് തന്നെ ജസ്റ്റ് നമ്മൾ ജേതാക്കളും റണ്ണറപ്പ് ആരാന്നുള്ളതും പഠിച്ചിരിക്കുക. ഇന്ത്യയാണ് ജേതാക്കൾ എന്നുള്ളതുകൊണ്ട് തന്നെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അണ്ടർ 19 വേൾഡ് കപ്പും മെൻസ് വേൾഡ് കപ്പും വുമൺസ് വേൾഡ് കപ്പും ഓർക്കാൻ എളുപ്പമാണ്. 2022 നടന്ന അണ്ടർ 19 മെൻസ് വേൾഡ് കപ്പ് ഇന്ത്യയാണ് ജയിച്ചത്. തോൽപ്പിച്ചത് ഇംഗ്ലണ്ടിനെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വുമൺസ് അണ്ടർ 19 2020 വേൾഡ് കപ്പിൽ ഇന്ത്യയാണ് ജയിച്ചത്. തോൽപ്പിച്ചത് ആരെയാണ്? ഇംഗ്ലണ്ടിനെയാണ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും വളരെ സിമിലർ ആയിട്ടുണ്ട്, ഒരുമിച്ച് ഓർത്ത് വയ്ക്കാം. അടുത്തത് ഏഷ്യ കപ്പ് 2023. 2023 ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടന്നിരുന്നു. വീണ്ടും ജേതാവ് ആരാണ്? ഇന്ത്യയാണ്. ഓക്കെ, ജേതാവ് ആരാണ്? ഇന്ത്യയാണ്. നമ്മുടെ റണ്ണറപ്പോ അത് ശ്രീലങ്ക. ഓക്കെ, അപ്പോൾ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് നടന്നിരുന്നു. അതിൻ്റെ ജേതാവായത് ആരാണ്? അത് ഇന്ത്യയാണ്. റണ്ണറപ്പ് ആയതോ ശ്രീലങ്ക. ഇന്ത്യ ജേതാക്കളായത് ഉറപ്പായാലും നമ്മൾ പഠിച്ചിരിക്കണം. ഇനി പ്രഥമ ഇന്ത്യ വനിതാ പ്രീമിയർ ലീഗ് 2023 നടത്തിയിരുന്നു അല്ലേ. 2024 നമുക്കറിയാം ജേതാക്കളായത് ആദ്യമായിട്ട് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരാണ്. 2024 വനിതാ IPL. ഇപ്പം നമുക്ക് 2023 കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇപ്പം ഞാൻ പറയുന്നത് ആദ്യത്തെ വനിതാ പ്രീമിയർ IPL സ്ഥിരം നടക്കാറുണ്ടെങ്കിലും വനിതാ പ്രീമിയർ ലീഗ് 2023 ആദ്യമായിട്ട് വനിതാ ഇന്ത്യൻ പ്രീമിയർ ലീഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ജേതാക്കൾ ആരായിരുന്നു 2023? നമുക്കറിയാം IPL മെൻസ് പ്രീമിയർ ലീഗ് അല്ലേ. IPL നടക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ കിരീടം നേടിയിട്ടുള്ള മുംബൈ ഇന്ത്യൻസും ചെന്നൈ സൂപ്പർ കിങ്സും ഒരുമിച്ച് ഒരേപോലെയാണ്. അതുപോലെ നമ്മുടെ ആദ്യമായിട്ട് IPL കിരീടം നേടിയത് ആരാണ്? മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസ്. ക്യാപ്റ്റൻ ആരാണ്? ഹർമൻപ്രീത് കൗർ. ഓക്കെ, ആരായിരുന്നു മുംബൈയുടെ ക്യാപ്റ്റൻ? ഹർമൻപ്രീത് കൗർ. ഇനി റണ്ണറപ്പ് ആയത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. റണ്ണറപ്പ് ആയത് ആരാണ്? അത് ഡൽഹി ക്യാപിറ്റൽസ് ആണ്. റണ്ണറപ്പ് ആയത് ഡൽഹി ക്യാപിറ്റൽസ്. മുംബൈ ജയിച്ചു. ആരെ തോൽപ്പിച്ചു? ഡൽഹിയെ. മുംബൈയുടെ ക്യാപ്റ്റൻ ആരാണ്? അത് ഹർമൻപ്രീത്
കൗറാണ്. ടൂർണമെൻറ്റിലെ താരം ഹെയ്ലി മാത്യൂസ് മുംബൈ ഇന്ത്യൻസിൻ്റെ ടൂർണമെൻറ്റിലെ താരം അല്ലെങ്കിൽ ടൂർണമെൻറ്റിലെ താരമായിട്ട് മാറിയത് മുംബൈ ഇന്ത്യൻസിൽ തന്നെ കളിക്കുന്ന ഹെയ്ലി മാത്യൂസ് ആണ്. ഫൈനലിലെ താരമാണെങ്കിലോ അത് നതാലി സിവർ. ഓക്കെ, നതാലി സിവർ ആണ്. അത് മുംബൈ ഇന്ത്യൻസിലെ താരമായിരുന്നു നതാലി സിവർ. അപ്പോൾ പ്രഥമ വനിതാ പ്രീമിയർ ലീഗ് 2023 ആദ്യമായിട്ട് നടക്കുന്ന IPL ഫോർ വുമൻസ് ആണ്. ഓക്കെ, അപ്പോൾ വുമൻസിൻ്റെ ജേതാക്കളായത് ആരാണ്? മുംബൈ ഇന്ത്യൻസ് ആണ്. ക്യാപ്റ്റൻ ആയതോ അത് ഹർമൻപ്രീത് കൗർ. റണ്ണറപ്പ് ഡൽഹി ക്യാപിറ്റൽസ് ആയിരുന്നു. ടൂർണമെൻറ്റിലെ താരം ആരായി? അത് ഹെയ്ലി മാത്യൂസ്. മുംബൈ ഇന്ത്യൻസിൻ്റെ ഹെയ്ലി മാത്യൂസ് ആണ്. ഫൈനലിലെ താരം നതാലി സിവർ. ഓക്കെ, ഫൈനലിലെ താരം ആരാണ്? നതാലി സിവർ. അടുത്തത് IPL 2023. ഓക്കെ, IPL 2023. മറ്റേ 2024 IPL ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ IPL 2023 ജേതാക്കൾ ആരാണ്? ചെന്നൈ സൂപ്പർ കിങ്സ്. ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന ഒരാളാണ് അല്ലേ? ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി. ഓക്കെ, ഈ കൊല്ലം മാറ്റം വന്നിട്ടുണ്ട് ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ക്യാപ്റ്റൻസിയിൽ. ഓക്കെ, അപ്പോൾ ജേതാക്കൾ ആരാണ് 2023 IPL? ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ക്യാപ്റ്റൻ ആരാണ്? മഹേന്ദ്ര സിംഗ് ധോണി. റണ്ണറപ്പോ ഗുജറാത്ത് ടൈറ്റൻസ്. ഓക്കെ, ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ ആയിരുന്നു. ഇപ്പോൾ ഹാർദിക് പാണ്ഡ്യയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ വിവാദങ്ങൾ നടക്കുന്നുണ്ട് അല്ലേ? പാണ്ഡ്യയെ ഇപ്പോൾ മുംബൈയിലേക്ക് എടുത്തു. മുംബൈയും ക്യാപ്റ്റൻസി വേണമെന്ന് പറഞ്ഞു. രോഹിത് ശർമ്മയെ മാറ്റി പാണ്ഡ്യ എടുത്തു. അതുകൊണ്ട് തന്നെ മുംബൈ ഇന്ത്യൻസിലെ ആരാധകർ വളരെ വിഷമത്തിലാണ് അല്ലേ? അപ്പോൾ എന്ന് വെച്ചാൽ രോഹിത് ശർമ്മയെ മാറ്റിയത് ഒരു പരിധിവരെ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ 2023 IPL ജേതാക്കളായത് ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. അതിൻ്റെ ക്യാപ്റ്റൻ ആരാണ്? നമ്മുടെ മഹേന്ദ്ര സിംഗ് ധോണിയാണ്. ഇനി റണ്ണറപ്പ് ആയതോ അത് നമ്മുടെ ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ആ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ക്യാപ്റ്റൻ ആയതോ ഹാർദിക് പാണ്ഡ്യ. ഇനി ഫൈനലിലെ താരം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഡെവൻ കോൺവേ. ആരാണ്? ഡെവൻ കോൺവേ ആണ്. ഓക്കെ, ഫൈനലിലെ താരമാരാണ്? ഡെവൻ കോൺവേ. അടുത്തത് പർപ്പിൾ ക്യാപ്പ് കിട്ടിയത്, അതായത് ഏറ്റവും നല്ല ബൗളറിന് കിട്ടുന്നതാണ് അല്ലേ പർപ്പിൾ ക്യാപ്പ് കിട്ടിയത് ആർക്കാണ്? മുഹമ്മദ് ഷമി. ഓക്കെ, മുഹമ്മദ് ഷമിക്കാണ് പർപ്പിൾ ക്യാപ്പ് കിട്ടിയത്. ഇറാനി കപ്പ് 2023. അതിനു മുമ്പ് നമുക്ക് IPL 2023 ഒന്നുകൂടെ നോക്കാം. ജയിച്ചതാരാണ്? ചെന്നൈ സൂപ്പർ കിങ്സ് ആണ്. ക്യാപ്റ്റൻ മഹേന്ദ്ര സിംഗ് ധോണി. റണ്ണറപ്പ് ഗുജറാത്ത് ടൈറ്റൻസ് ആണ്. ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യ. ഫൈനലിലെ താരം ആരായിരുന്നു? ഡെൻ കോൺവേ ആണ്. എന്നാൽ നമ്മുടെ പർപ്പിൾ ക്യാപ്പ് ലഭിച്ചതാർക്കാണ്? മുഹമ്മദ് ഷമി. ഇനി ഇറാനി കപ്പൊക്കെ ഏത് ക്രിക്കറ്റാണോ ഫുട്ബോളാണോ എന്നൊക്കെ ചോദിക്കും. ഏതാണ് ഇറാനി കപ്പ് എന്ന് പറയുന്നത്? നമ്മുടെ ക്രിക്കറ്റ് തന്നെയാണ്. 2023 ഇറാനി കപ്പ് ജേതാക്കൾ ആരാണ്? അത് റെസ്റ്റ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, റെസ്റ്റ് ഓഫ് ഇന്ത്യ ആണ് ഇറാനി കപ്പ് 2023 ജേതാക്കളായത്. റണ്ണറപ്പ് ആരാണ്? അത് സൗരാഷ്ട്രയാണ്. ഓക്കെ, ആഭ്യന്തര ക്രിക്കറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആണെന്ത്? ഇറാനി കപ്പ്. ഓക്കെ, അതായത് ഇന്ത്യക്കുള്ളിൽ തന്നെ നടക്കുന്നത് ആഭ്യന്തര ക്രിക്കറ്റാണ്. ഓക്കെ, അപ്പോൾ ഇറാനി കപ്പ് 2023 ജേതാക്കൾ ആരാണ്? അത് റെസ്റ്റ് ഓഫ് ഇന്ത്യ ആണ്. ഇറാനി കപ്പ് റെസ്റ്റ് ഓഫ് ഇന്ത്യ. ഇനി റണ്ണറപ്പ് ആയതോ അത് സൗരാഷ്ട്രയാണ്. സൗരാഷ്ട്ര. അടുത്തത് സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2023. ക്രിക്കറ്റിൽ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2023 നടന്നിരുന്നു. അതിൽ ജേതാക്കളായത് വീണ്ടും ആഭ്യന്തര ക്രിക്കറ്റാണ്. അത് പഞ്ചാബാണ്. റണ്ണറപ്പായത് ബറോഡ. ഓക്കെ, ജേതാക്കൾ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി 2023 ജേതാക്കളായത് ആരാണ്? അത് പഞ്ചാബാണ്. ഓക്കെ, പഞ്ചാബാണ്. റണ്ണറപ്പായത് ബറോഡ. ഓക്കെ, അടുത്തത് രഞ്ജി ട്രോഫി 2022-23 ജേതാക്കളായത് സൗരാഷ്ട്രയാണ്. ഓക്കെ, സൗരാഷ്ട്ര. ഓക്കെ,
റണ്ണറപ്പ് ബംഗാൾ. രഞ്ജി ട്രോഫിയൊക്കെ സ്ഥിരം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ രഞ്ജി ട്രോഫി 2022-23 ജേതാക്കളായത് ആരാണ്? സൗരാഷ്ട്രയാണ്. എന്നാൽ 2023-24 ചോദിച്ചു കഴിഞ്ഞാൽ അത് മുംബൈ ആയിരുന്നു. ഓക്കെ, മുംബൈക്കായിരുന്നു രഞ്ജി ട്രോഫി ലഭിച്ചത്. ഈ സൗരാഷ്ട്രയായിരുന്നു തോൽപ്പിച്ചത്. ഓക്കെ, നമുക്കിപ്പോൾ തൽക്കാലം 2023 ടോപ്പിക്സ് നോക്കാം. രഞ്ജി ട്രോഫി 2022-23 ലഭിച്ചത് ജേതാക്കൾ സൗരാഷ്ട്രയാണ്, റണ്ണറപ്പ് ബംഗാൾ. വിജയ് ഹസാരെ 2023 വിജയ് ഹസാരെ ട്രോഫി വിജയായത് ആരാണ്? ഹരിയാനയാണ്. ഓക്കെ, വിജയം ആർക്കാണ്? ആനയ്ക്കാണ് കിട്ടിയത് നോക്കുക. അപ്പോൾ വിജയ് ഹസാരെ ട്രോഫി കിട്ടിയത് ആർക്കാണ്? ഹരിയാന. റണ്ണറപ്പ് രാജസ്ഥാൻ. അപ്പോൾ വിജയ ആനയ്ക്കാണ് കിട്ടിയത്. ഓക്കെ, 2023 വിജയ് ഹസാരെ ട്രോഫി ഹരിയാന. ഓക്കെ, രാജാവിനെ തോൽപ്പിച്ചു, രാജസ്ഥാൻ തോറ്റു. ഓക്കെ, അപ്പോൾ റണ്ണറപ്പായത് രാജസ്ഥാനും വിജയ് ഹരിയാനയാണ്. ഓക്കെ, അപ്പോൾ വിജയ് ഹസാരെ ട്രോഫി വിജയ് ഹരിയാന, റണ്ണറപ്പ് രാജസ്ഥാൻ. അടുത്തത് ക്രിക്കറ്റിൽ തുല്യ വേതനം അനുവദിച്ചിരിക്കുകയാണ്. ഓക്കെ, അതായത് എന്നാ തുല്യ വേതനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് മെൻസ് ക്രിക്കറ്റിനും വുമൻസ് ക്രിക്കറ്റിലുള്ള ആൾക്കാർക്കും തുല്യമായിട്ടുള്ള ഈക്വൽ സാലറി. ഓക്കെ, അങ്ങനെ തുല്യമായിട്ടുള്ള വേതനം അനുവദിച്ച ആദ്യ രാജ്യമായി ആര്? ന്യൂസിലാൻഡ്. ഓക്കെ, ക്രിക്കറ്റിൽ തുല്യ വേതനം അനുവദിച്ച ആദ്യ രാജ്യം ഏതാണ്? ന്യൂസിലൻഡ്. രണ്ടാമത്തെ രാജ്യമോ? അത് ഇന്ത്യ. മൂന്നാമത്തെ രാജ്യം ദക്ഷിണാഫ്രിക്ക. 4 ഇംഗ്ലണ്ട്. ഈ 4 രാജ്യങ്ങളാണ് ഇതുവരെ മെൻസ് ക്രിക്കറ്റ്, അതായത് മെൻസിനും വുമൻസിനും സെയിം സാലറി അനുവദിക്കുന്ന ക്രിക്കറ്റ് അസോസിയേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യ രാജ്യം മെൻസിനും വുമൻസിനും ഈക്വൽ സാലറി പ്രഖ്യാപിച്ച രാജ്യം ഏതാണ്? ന്യൂസിലാൻഡ്. രണ്ടാമത്തെ രാജ്യം ഇന്ത്യ. മൂന്നാമത്തെ രാജ്യം ദക്ഷിണാഫ്രിക്ക. നാലാമത്തത് ഇംഗ്ലണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 3000 സിക്സ് അടിച്ച ആദ്യത്തെ ടീം ഏതാണ്? അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 3000 സിക്സ് അടിച്ച ആദ്യത്തെ ടീമായി മാറിയത് നമ്മുടെ ഇന്ത്യയാണ്. ആ 3000-ഉം 300 കൂടെ ഒന്ന് അടുത്ത് വെച്ച് ഓർക്കുക. 300 സിക്സുകൾ നേടിയ ഇന്ത്യൻ താരം. ഓക്കെ, 300 സിക്സ് നേടിയ ഇന്ത്യൻ താരം ആരാണ്? രോഹിത് ശർമ്മ. ഓക്കെ, രോഹിത് ശർമ്മ സ്വന്തമായിട്ട് 300 സിക്സറുകൾ നേടി. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 3000 സിക്സറുകൾ നേടിയത് ആരാണ്? നമ്മുടെ ഇന്ത്യയാണ്. 300 സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രോഹിത് ശർമ്മ. അപ്പോൾ ക്രിക്കറ്റിൽ തുല്യ വേതനം നേടുന്ന ആദ്യത്തെ രാജ്യമാണ് ന്യൂസിലാൻഡ്. രണ്ടാമത്തെ രാജ്യം നമ്മുടെ സ്വന്തം ഇന്ത്യയാണ്. 2 ഇന്ത്യയാണ്. 3 ദക്ഷിണാഫ്രിക്ക. 4 ഇംഗ്ലണ്ട്. ഈ ഒരു 4 പൊസിഷനും ഒന്ന് പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ ആദ്യ രാജ്യം ന്യൂസിലാൻഡ്, 2 ഇന്ത്യ, 3 ദക്ഷിണാഫ്രിക്ക, 4 ഇംഗ്ലണ്ട്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 3000 സിക്സ് അടിച്ച ആദ്യത്തെ ടീം ഏതാണ്? അത് ഇന്ത്യയാണ്. ഇനി 300 സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരമാരാണ്? അത് രോഹിത് ശർമ്മയാണ്. ഇനി ലോകത്തിലെ ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് മാഗസിൻ ഏതാണ്? അത് ക്രിക്സോൺ ആണ്. ഓക്കെ, ലോകത്തിലെ ആദ്യ വനിതാ ക്രിക്കറ്റ് മാഗസിൻ ഏതാണ്? ക്രിക്സോൺ. ഓക്കെ, ആദ്യമായിട്ടാണ് ഒരു വനിതകൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രിക്കറ്റ് മാഗസിൻ ഇറക്കുന്നത്. അതിൻ്റെ പേര് ക്രിക്സോൺ. ക്രിക്സോൺ. ആദ്യത്തെ മുഖചിത്രം ആരായിരുന്നു? സ്മൃതി മന്ധാന. നമ്മുടെ ഇന്ത്യൻ താരമായ സ്മൃതി മന്ധാനയുടെ ആ ഒരു അല്ലെങ്കിൽ മുഖചിത്രമായിരുന്നു പിന്നെ ക്രിക്സോണിൻ്റെ മുഖചിത്രമായിട്ട് വന്നത്. പിങ്ക് ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ സെഞ്ചുറി നേടിയത് ആരാണ്? ആദ്യത്തെ സെഞ്ചുറി, ഫസ്റ്റ് സെഞ്ചുറി നേടിയ ആളാണ് ആര്? സ്മൃതി മന്ധാന. ഓക്കെ, സ്മൃതി മന്ധാനയാണ് പിങ്ക് ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യ താരം. ഓക്കെ, ഇനി 2020 ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഏറ്റവും ഉയർന്ന സ്കോർ എന്ന നേട്ടം നേടിയത് ആർക്കാണ്? അത് ശുഭ്മാൻ ഗില്ലാണ്. 2020 ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന സ്കോർ എന്ന നേട്ടം സ്വന്തമാക്കിയത്. പെട്ടെന്ന് നമുക്ക് നമ്മുടെ രോഹിത് ശർമ്മയോ അല്ലെങ്കിൽ വിരാട് കോഹ്ലിയൊക്കെ തോന്നും. അങ്ങോട്ടേക്കൊന്നും പോവരുത്. ശുഭ്മാൻ ഗില്ലിനാണ് 2020 ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഉയർന്ന സ്കോർ എന്ന നേട്ടം സ്വന്തമാക്കിയത്. അപ്പോൾ ആദ്യത്തെ വനിതാ ക്രിക്കറ്റ് മാഗസിൻ ഏതാണ്? ക്രിക്സോൺ ആണ്. ആദ്യത്തെ മുഖചിത്രമായതോ? സ്മൃതി മന്ധാന. പിങ്ക് ബോൾ ക്രിക്കറ്റ് ടൂർണമെൻറ്റിൽ സെഞ്ചുറി നേടുന്ന ആദ്യത്തെ വനിതാ താരമാണ് ആര്? സ്മൃതി മന്ധാന. 2020 ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ ഉയർന്ന സ്കോർ എന്ന നേട്ടം സ്വന്തമാക്കിയതോ? അത് ശുഭ്മാൻ ഗിൽ. ആരാണ്? ശുഭ്മാൻ ഗില്ലാണ്.
ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം. നമുക്കറിയാം സെവാഗ്, രോഹിത് ശർമ്മയൊക്കെ നേടിയിട്ടുണ്ട് അല്ലേ ഡബിൾ സെഞ്ചുറി. പക്ഷേ ഈ ഡബിൾ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരാണ്? അത് ശുഭ്മാൻ ഗില്ലാണ്. ആരാണ്? ശുഭ്മാൻ ഗിൽ. 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരവും ആര് തന്നെയാണ്? ശുഭ്മാൻ. നല്ല ശുഭമായിട്ടുള്ള ആൾ തന്നെ അല്ലേ? അപ്പോൾ ശുഭ്മാൻ ഗില്ലിൻ്റെ 3 കാര്യങ്ങൾ നമ്മളിപ്പോൾ പറഞ്ഞു. എന്തൊക്കെയാണ്? 2020 ക്രിക്കറ്റിൽ ഒരു ഇന്ത്യൻ താരത്തിൻ്റെ മറ്റേതൊരു ഇന്ത്യൻ താരത്തിനേക്കാളും ഉയർന്ന സ്കോർ സ്വന്തമാക്കിയ ആളാണ് ആര്? ശുഭ്മാൻ ഗിൽ. അതുപോലെ ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരവും ആര് തന്നെയാണ്? ശുഭ്മാൻ ഗിൽ. 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരവും ആരാണ്? അത് ശുഭ്മാൻ ഗില്ലാണ്. ഇനി ആദ്യത്തെ ബധിര 2020 ചാമ്പ്യൻസ് ട്രോഫി 2022 കിരീടം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. ആദ്യമായിട്ടാണ് 2022 ഒരു ബധിര 2020 ചാമ്പ്യൻഷിപ്പ് 2020 ചാമ്പ്യൻഷിപ്പ് ട്രോഫി നടന്നത്. ആ കിരീടം നേടിയത് ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ അത് ഓർത്ത് വെച്ചിരിക്കുക. അപ്പോൾ ശുഭ്മാൻ ഗില്ലിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ? അതായത് 2020 ക്രിക്കറ്റിലൊരു ഇന്ത്യൻ താരത്തിൻ്റെ ഉയർന്ന സ്കോർ എന്ന നേട്ടം നേടിയത് ശുഭ്മാൻ ഗില്ലാണ്. ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരവും ആര് തന്നെയാണ്? ശുഭ്മാൻ ഗില്ലാണ്. 3 ഫോർമാറ്റിലും സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരവും ആര് തന്നെ? അത് ശുഭ്മാൻ ഗിൽ. ഇനി ആദ്യ ബധിര 2020 ചാമ്പ്യൻസ് ട്രോഫി 2022 നടന്നു. അതിൻ്റെ കിരീടം നേടിയത് ആരാണ്? ഇന്ത്യ. ഓക്കെ, അപ്പോൾ 2023 നടന്ന മെയിൻ ക്രിക്കറ്റ് ഇവൻറ്റ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു കറണ്ട് അഫയർ ടോപ്പിക്സിൻ്റെ അബ്സ്ട്രാക്റ്റുമായിട്ട് കാണാം. ബൈ.